കർത്താവിൻ്റെ സന്ധിബന്ധങ്ങളിലും അങ്ങയുടെ മക്കളുടെ സന്ധിബന്ധങ്ങളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉച്ചമുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. വാതരോഗങ്ങൾ, ക്ഷീണിതമായ ശരീരങ്ങൾ, മനപ്രയാസം നിറഞ്ഞ ജീവിതാവസ്ഥകൾ, കുടുംബ സാഹചര്യങ്ങൾ, പരസ്പരം വിരുദ്ധവും വഴക്കുമായിട്ട് നിൽക്കുന്ന, മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗ്യം കാണിക്കുകയും മറ്റുള്ളവരോട് പറയുകയും, വീട്ടിൽ ഒരാളോട് ഒരു വിഷയം പറയണമെങ്കിൽ വേറെ ഒരാളോട് പറഞ്ഞ് ധരിപ്പിക്കുകയും ചെയ്ത് മുഖമായ അന്തരീക്ഷം തളക്കെട്ട് നിൽക്കുന്ന വൈരാഗ്യത്തിൻ്റെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും തമ്മിൽ സംസാരിക്കാത്ത അവസ്ഥകൾ കർത്താവേ, ഈ ഇരുട്ട് കൂമ്പാരത്തിൽ കർത്താവേ നിൻ്റെ വെളിച്ചം കടന്നില്ലെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഞാൻ ഏതെല്ലാം കുടുംബങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കുടുംബങ്ങളിലെല്ലാം ഇതേ അവസ്ഥയിലുള്ള എല്ലാ കുടുംബങ്ങളിലും ചെല്ലാം കർത്താവ്. കടകമ്പോളങ്ങളും ചെറിയ ചായക്കടകൾ ഉൾപ്പെടെ ചെറിയ മാടക്കട ഉൾപ്പെടെ നടത്തിയിട്ട് കർത്താവ് ജീവിക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ തന്നെ നൈറ്റ് കടകൾ നടത്തി ജീവിക്കുന്നുണ്ട് ഈശോയെ. അവർക്ക് കച്ചവടം ലഭിക്കാത്തതുണ്ട് ഈശോയെ. അതുപോലെ അമിതമായ രീതിയിൽ പലതരത്തിലുള്ള ഭീഷണികൾക്ക് വിധേയമായി ജീവിക്കുന്നുണ്ട് ഈശോയെ. പലരുടെയും ഭീഷണികൾ കാരണം പലരെ അടിമകളായി ജീവിക്കുന്നുണ്ട് ഈശോയെ. ഇങ്ങനെ ഈ നാട്ടിൽ നിന്ന് പോയാൽ മതി, ഈ സ്ഥലത്ത് നിന്ന് പോയാൽ മതി, ഈ കച്ചവടം നിർത്തിയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കും എന്നറിയാതെ സ്വകാര്യ സങ്കടങ്ങളിൽ വിഷമിക്കുന്നുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാവരെയും സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ.